രണ്ട് മൂന്ന് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ മലയാളികളുടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻസിൻ്റെ ആയിക്കോട്ടെ സോഷ്യൽ മീഡിയയിലെ ചർച്ചയായ കൊടുമ്പിരി കൊണ്ട് ചർച്ചയായ ഒരു പേരായിരുന്നു ദിവ്യപ്രഭ. ആക്ട്രസ് ദിവ്യപ്രഭയുടെ അവരഭിനയിച്ച ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന പായൽ കബാഡിയ സംവിധാനം ചെയ്ത ഒരു മൾട്ടി ലാംഗ്വേജ് ചിത്രത്തിലെ അവരുടെ ഒരു ടോപ്ലെസ് രംഗവും ഇൻറ്റിമേറ്റ് രംഗങ്ങളും തിയേറ്റർ പ്രിൻ്റിൽ നിന്ന് ലീക്കായതായിരുന്നു സോഷ്യൽ മീഡിയയിൽ കൊടുമ്പിരി കൊണ്ട ചർച്ചയും ആളുകൾ ആ ക്ലിപ്പിന് വേണ്ടി മലയാളികളടക്കം പരക്കം പായുന്ന ഒരു രംഗവും ഉണ്ടായത്. എന്തായാലും അതിനൊരു പ്രതികരണവുമായിട്ട് എത്തിയിരിക്കുകയാണ് ദിവ്യപ്രഭ തന്നെ. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രം പായൽ കബാഡിയയ്ക്ക് കാനൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് നേടിക്കൊടുത്ത ഒരു മികച്ച ചിത്രമാണ്. എല്ലാവരും കണ്ടവരൊക്കെ മികച്ച അഭിപ്രായം നേടിയൊരു ചിത്രമാണ്. ആ ചിത്രത്തിൽ ഇത്തരം ഒരു രംഗത്തെയാണ് വെറും ഒരു സെക്ഷൽ കണ്ണുകളോടുകൂടി മാത്രമായിട്ട് മലയാളികളടക്കം എല്ലാവരും കിട്ടിയോ എന്നൊക്കെ ചോദിച്ചിട്ട് പരക്കം പാഞ്ഞത്. എന്തായാലും അതിനൊരു പ്രതികരണമായിട്ട് എത്തിയിരിക്കുകയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട ദിവ്യപ്രഭ തന്നെ. ആ കഥാപാത്രത്തിൻ്റെ ഡെപ്ത് മനസ്സിലാക്കിയാണ് ആ രംഗങ്ങൾ അഭിനയിച്ചത് എന്നാണ് ദിവ്യപ്രഭ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ആ സീൻ കട്ട് ചെയ്യേണ്ടതില്ല എന്ന് തന്നെയാണ് സെൻസർ ബോർഡും ആ ചിത്രം കണ്ട സമയത്ത് പറഞ്ഞത്. മലയാളികൾ ആഘോഷമാക്കിയ ഗെയിം ഓഫ് ത്രോൺസിൽ വരെ ഇത്തരം സീനുകളുണ്ടെന്നും അതിനെക്കുറിച്ചൊന്നും ചർച്ചകൾ നടന്നതായിട്ട് അറിയില്ലെന്നുമായിരുന്നു ദിവ്യപ്രഭ പറഞ്ഞത്. കൂടാതെ കേരളത്തിൽ നിന്നുള്ള നടിയാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ടാവുന്നതെന്നാണ് ദിവ്യപ്രഭയുടെ അഭിപ്രായം. എന്തായാലും അതിലൊരു പ്രതികരണവുമായിട്ട് എത്തിയിരിക്കുകയാണ് ആ ചിത്രത്തിൽ ആ രംഗങ്ങളിൽ അഭിനയിച്ച നടി കൂടിയായ ദിവ്യപ്രഭ.